السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദായ ഫളലുകൊണ്ട് നാം എല്ലാവരുടെയും പരിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ബഖറയായിരുന്നു ഇന്നലെ ഓതിയത്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നുകൂടി ആവർത്തിക്കുകയല്ല, ചില മുലാഹളകൾ മാത്രം പറയുന്നു. അത്യാവശ്യം നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു സുക്കൂൻ. എല്ലാ സമയത്തും ഉപയോഗിക്കേണ്ടത്, അത് വസ്ലിലായാലും വഖഫിലായാലും എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുകയാണെങ്കിലും നിർത്തുകയാണെങ്കിലും നിർബന്ധമായി ഉപയോഗിക്കേണ്ടുന്ന സുക്കൂനുകൾ. എന്നാൽ വഖഫിലായാലും വസ്ലിലായാലും തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള സുക്കൂൻ, അതും നാം പറഞ്ഞു. മറ്റൊന്ന്, വഖഫിൽ മാത്രം ഉപയോഗിക്കേണ്ടത്. വസ്ൽ ചെയ്യുകയാണെങ്കിൽ അതിനെ ആ അക്ഷരത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ സുക്കൂനുകളെ 3 രൂപത്തിലായി തരംതിരിച്ച് നമ്മുടെ ഖിറാഅത്ത് നന്നാക്കാൻ വേണ്ടി റസ്മുകൾ ഉള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. ഖിറാഅത്തിന്റെ സമയത്ത് നാം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അലിഫുകൾ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഹർഫാണ് അലിഫ്. നാം തുടങ്ങി പഠിക്കുന്ന അക്ഷരം അലിഫ് എന്നാണ്. അവിടെയും ആ അലിഫിലും വ്യത്യസ്തതയുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം നാം ഖിറാഅത്തിൽ കാണിക്കണം. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ബിസ്മി കഴിഞ്ഞ ഉടനെ അല്ലാഹ് എന്നൊരു പദത്തെയാണ് നാം കാണുന്നത്. ബിസ്മില്ലാഹി എന്നുള്ള സ്ഥലത്തുള്ള ബിസ്മി, പിന്നെ അല്ലാഹി എന്നുള്ളത്. അതുപോലെ ആ സൂറത്തുൽ ബഖറ തുടങ്ങുന്ന സമയത്ത് നാം കാണുന്നു അലിഫ് ലാം മീം. നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുണ്ടോ, എത്രമാത്രം ഉണ്ടോ എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ വിചാരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രത്യേകം മാപ്പപേക്ഷിക്കുകയാണ്. ഇതിലേക്ക് പരിശുദ്ധ ഖുർആന്റെ വിഷയത്തിലേക്ക് തീരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാൻ
വളരെയധികം ചാൻസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. അധികപ്പറ്റായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരോട് അപേക്ഷിക്കുകയാണ്. നാം അവിടെ അള്ളാഹു എന്ന പദം വായിക്കുമ്പോൾ ഒരു അലിഫ് കാണുന്നു. അലിഫ് ലാം മീം എന്ന് വായിക്കുമ്പോൾ അവിടെയും അലിഫ് കാണുന്നു. അപ്പൊ നാം അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ടിനെ സംബന്ധിച്ചും നാം അലിഫ് എന്നാണ് പറയുക. അലിഫ് എന്നാണ് പറയുക. എന്നാൽ അള്ളാഹു എന്ന പദത്തിലുള്ള തുടക്കത്തിലുള്ള നാം അലിഫ് എന്ന് പറയുന്നതിന് ഒരിക്കലും അലിഫ് എന്ന് പറയാൻ പാടില്ല എന്നും, അലിഫ് ലാം മീം എന്നുള്ള സ്ഥലത്ത് കാണുന്നതിനെ നാം ഹംസ് എന്ന് പറയാനും പാടില്ല, അലിഫ് എന്ന് തന്നെ വായിക്കണം എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ അള്ളാഹു എന്ന പദത്തിലുള്ള തുടക്കത്തിൽ കാണുന്ന അലിഫ് എന്ന് തന്നെ നമുക്കിപ്പോൾ തൽക്കാലം പറയാം. അലിഫ്, അതിന്റെ മേലെ ഒരു സ്വാദിന്റെ ചെറിയ രൂപം കാണുന്നുണ്ട്. പൂർണ്ണമായ സ്വാദല്ല, സ്വാദിന്റെ തുടക്കം എന്ന് പറയാം. എന്നാൽ അങ്ങനെ തുടക്കത്തിൽ കാണുന്ന ഒരു അലിഫ് തന്നെയാണ് അലിഫ് ലാം മീം എന്നുള്ള സ്ഥലത്തും ഉള്ളത്. അപ്പൊ അവിടെ അങ്ങനെയുള്ളൊരു ചിഹ്നം കാണുന്നില്ല. രണ്ടും മേലിന്ന് താഴോട്ട് എഴുതിയതായ ഒരു അക്ഷരമാണ്, അലിഫാണ്. പക്ഷെ ഒന്നിൽ സ്വാദിന്റെ അർദ്ധഭാഗം, സ്വാദിന്റെ ഒരു പകുതി എന്ന് പറയാം, സ്വാദിന്റെ തുടക്കം എഴുതിയതായിട്ടും രേഖപ്പെടുത്തിയിട്ടും, രണ്ടാമത് നാം പറഞ്ഞ അലിഫ് ലാം മീം എന്നുള്ള അക്ഷരങ്ങളെ കൊണ്ട് ഓതുന്ന ആ സ്ഥലത്ത് അവിടെ ഒന്നും കാണുന്നുമില്ല. ഇതും നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമാണ്. അലിഫ് ലാം മീം എന്നുള്ള സ്ഥലത്ത് അലിഫ് തന്നെയാണ്, അവിടെ ആ എന്ന ഉച്ചാരണം പാടില്ല, അലിഫ് തന്നെയാണത്. പിന്നെ ബിസ്മില്ലാഹി എന്നുള്ള സ്ഥലത്ത് അള്ളാഹു എന്ന പദത്തിന്റെ തുടക്കത്തിൽ കാണുന്ന അലിഫിൽ അത് ഹംസയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു സ്വാദിന്റെ തുടക്കം എന്ന നിലക്കുള്ളൊരു ചിഹ്നം അവിടെ കാണുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് വലിയൊരു പഠനം നൽകുന്നുണ്ട്. നമുക്കറിയാം അലിഫ് എന്നുള്ളത് ഒരിക്കലും തുടക്കത്തിൽ വരുന്നതല്ല. അലിഫ് എന്നുള്ളത് തുടക്കത്തിൽ വരികയില്ല എന്ന് നമുക്കറിയാം. തുടക്കത്തിൽ വരുന്നത് ഹംസ് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തുടക്കത്തിൽ വരുന്ന ഹംസ് തന്നെ രണ്ട് വിധത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതിലൊന്ന് ഹംസത്തുൽ ഖത്അ എന്ന പേരിലും മറ്റൊന്ന് ഹംസത്തുൽ വസ്ൽ എന്ന പേരിലും അറിയപ്പെടുന്നു. ഹംസത്തുൽ ഖത്അ എന്ന് പറയാൻ നമുക്കറിയാം, ചേർത്തി വായിക്കുന്ന സമയത്തൊക്കെ അവിടെ അതുണ്ടാവണം. എന്നാൽ ഹംസത്തുൽ വസ്ൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അലിഫ്, ഹംസ്, അത് ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ ഉണ്ടാവുകയില്ല. അതാണ് ബിസ്മി അല്ലാഹി എന്നുള്ളതിനെ നാം ബിസ്മില്ലാഹി എന്ന് വായിക്കുന്നു. ശേഷം അർ-റഹ്മാൻ എന്ന പദം വായിക്കുന്നു. തനിച്ച് വായിക്കുമ്പോൾ ഹംസ് നമുക്ക് ലഭിക്കുന്നു, അർ-റഹ്മാൻ. എന്നാൽ അതിനെ കൂട്ടി വായിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് നമ്മൾ വായിക്കുന്നു. ശേഷമുള്ള പദം അർ-റഹീം എന്നതിലേക്ക് നാം വായിക്കും. അത് മാത്രം വായിക്കുമ്പോൾ അവിടെയും ഹംസ് നമുക്ക് ഉച്ചാരണത്തിൽ കിട്ടുന്നു. പക്ഷെ അത് ചേർത്തി വായിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഹംസുകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി അടുത്ത ആയത്തിനെ നാം ചേർത്തി വായിക്കുകയാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ എങ്ങനെ വായിക്കണം?
വലിയ ചർച്ചയാണ് അവിടെ, വലിയ ചർച്ചയുള്ളൊരു വിഷയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ നമുക്ക് സുക്കൂൻ ലഭിക്കുന്നു. അവിടെ ചേർത്തി വായിക്കുകയാണെങ്കിൽ അലിഫ് നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം അത് അലിഫായിട്ടുള്ളൊരു പ്രത്യേക രൂപത്തിൽ വായിക്കുന്നതാണ്. അലിഫിനെ മാത്രം വായിക്കുകയാണ് നമ്മളിവിടെ, ഹംസല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ആ അലിഫ് എന്ന് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അലിഫ് എന്ന് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യാക്ഷരം എന്താണെന്ന് ടെസ്റ്റ് ചെയ്തോളി. നമ്മൾ അലിഫ് എന്ന് പറയുന്നു, അക്ഷരത്തെ അലിഫ് എന്ന് പറയുന്നു, അത് ഹംസല്ല നമ്മൾ പറയുന്നുണ്ട് അല്ലെ? പക്ഷേ അവിടെ നമ്മൾ കാണുന്ന അലിഫ്, അലിഫ് എന്ന പദം, ആ പേര് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം അനുഭവപ്പെടുന്നത് എന്താണ്? ഒന്ന് സഹകരിക്കൂ. ഹംസ്. മാഷാ അല്ലാ, ഹംസ്. അതെ, അവിടെ എന്ത് തരത്തിലുള്ള ഹംസ ആയിരിക്കും ലഭിക്കുന്നത്? നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലേ? അതെ, കത്തയിന്റെ രൂപത്തിൽ നമ്മളവിടെ ചേർത്ത് വായിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം എന്ന രൂപത്തിൽ തന്നെ വായിക്കണം. അപ്പം അവിടെ പൊതുവിൽ മനസ്സിലാക്കേണ്ടത് ഈ അലിഫ് അതുപോലെ ലാം അലിഫൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് വളരെയധികം ചർച്ച ചെയ്ത അക്ഷരങ്ങളാണ്. ലാം അലിഫ് അതുപോലെ അലിഫ് എന്നുള്ള അക്ഷരം. അത് അക്ഷരങ്ങളുടെ വളരെ അത്ഭുതകരമായ ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഞാൻ അങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കുകയല്ല. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം പഠിക്കാനും പകർത്താനും അല്ലാഹു തആല നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകൂടാതെ നാം ഖുർആൻ ഓതണം. അതിനെന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് നേടിയെടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു പദത്തിന്റെ തുടക്കത്തിൽ വരുന്നത് മാത്രമാണ് ഹംസ് എന്നതും, അതിൽ ഹംസ്, അൽ ഖത്അ, അൽ വസ്ൽ എന്നിങ്ങനെ രണ്ട് രൂപത്തിലുണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. ഹർഫിന് ശേഷം വരുന്നത്, ഒരു ഹർഫിന്റെ ശേഷം വരുന്നത് ഒരിക്കലും നാം അവിടെ ശ്രദ്ധിക്കേണ്ടത് അലിഫായിട്ട് വരുന്നതാണ്. അഥവാ ഹംസിന്റെ അവസ്ഥയാണെങ്കിൽ അവിടെ ഹംസിന്റെ ചിഹ്നം കാണും. അത് നമ്മൾ ഖുർആൻ ഓതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിഷയമാണ്. അവസരം പോലൊക്കെ പറയാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ ആയത്ത് നാം അപ്പൊ അലിഫ് ലാം മീം എന്ന് പറഞ്ഞത് അവിടെ നാം അങ്ങനെ തന്നെ വായിക്കണം. അലിഫ് അക്ഷരത്തെയാണ് അവിടെ വായിക്കുന്നത്. പിന്നെ ലാമിന്റെ മേലെ കാണുന്നത് ഫത്ഹാണെന്ന് തിരിച്ച് ലാ മാ എന്ന് വായിച്ചു പോരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ചിലപ്പോൾ അങ്ങനെ ഓതൂല. ചില സ്ഥലങ്ങളിലൊക്കെ അക്ഷരം ഓതേണ്ട സ്ഥലത്ത് സാധാരണക്കാരായ ചില ആൾക്കാർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞാൻ ഓതുന്നതിന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഹമീം എന്ന് വായിച്ചു. പിന്നെ അതിനപ്പുറം വായിച്ചത് ആസാഖാ എന്നാണ്. ആസാഖാ എന്ന് വായിച്ചത് കേട്ടു. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവന്റെ ആ വിഷയങ്ങളിലേക്ക് അത്രമാത്രം ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ്. ചിലരൊക്കെ പലപ്പോഴും ഇപ്പം നമുക്കറിയാം സൂറത്ത് യാസീൻ നമ്മൾ ഓതുമ്പോൾ അവിടെ യാസീൻ നമ്മൾ ഓതും. അന്ന് അതേപോലെ മറ്റ് സ്ഥലങ്ങളിൽ അതിനോട് യോജിച്ച രൂപത്തിൽ മറ്റൊരു സ്ഥലത്ത് വരുന്നുണ്ട് താസീൻ. അപ്പൊ അവിടെ ചോദിക്കും ഇതെങ്ങനെയാ വായിക്കേണ്ടതെന്ന്. താസീൻ അവിടെ തോ യാ എന്ന് വായിച്ചതുപോലെ തോ സീൻ താസീൻ. അവിടെ താസ എന്ന് അല്ല താസീൻ. അത് അങ്ങനെ പുതിയത് ഇങ്ങനെ കാണുമ്പോൾ
സംശയം വരികയാണ്. അത് നല്ലതാണ്, ഒന്നുകൂടി ഉറപ്പിക്കാൻ അതൊക്കെ നല്ലതാണ്. ഏതായാലും അക്ഷരങ്ങളെ കൊണ്ട് ഓതുന്ന, അക്ഷരങ്ങളെ പറഞ്ഞുകൊണ്ട് അക്ഷരത്തെ മാത്രം പറയുന്ന നാം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീരെ മദ്ദില്ലാത്തത്, അതുപോലെ മദ്ദുള്ളത്, അല്പം അസ്ലിയ രൂപത്തിലുള്ള മദ്ദുള്ളത്, പിന്നെ ലാസിം ആയ മദ്ദുള്ളത്. മദ്ദുൽ ലാസിം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മദ്ദാണ്. അത് നാം ഒഴിച്ചുകൂടാൻ പാടില്ല, ഒഴിഞ്ഞു പോകരുത്. പേരിന് അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ അലിഫ് ലാം മീം എന്ന് തന്നെ നീട്ടി ഓതേണ്ടതുണ്ട്. അവിടെ 2 അക്ഷരം വന്നു, രണ്ടിലുമുള്ള മദ് ചെറിയൊരു വ്യത്യാസത്തിൽ, പേരിൽ വ്യത്യാസത്തിലുള്ളതാണ്. നോക്കൂ, ലാം എന്ന് തനിച്ച് പറയുമ്പോൾ ലാം നമുക്ക് സുക്കൂൻ കിട്ടുന്നുണ്ട്, മീം എന്ന് പറയുമ്പോഴും സുക്കൂൻ കിട്ടുന്നുണ്ട്. പക്ഷേ അത് തനിച്ച് പറയുമ്പോൾ, ഇനി രണ്ടിനെ ഒന്നിച്ച് യോജിപ്പിച്ച് പറയുമ്പോൾ ചെറിയൊരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? എന്താണ് മാറ്റം? ആ മാറ്റം എന്താണ് ഒന്ന് പറഞ്ഞേ. വളരെ വ്യക്തമാണ് ഉത്തരം. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഉത്തരമാണ് ഞാൻ ചോദിക്കുന്നത്. ലാം എന്ന് പറയുമ്പോൾ ഇതാം, ശരി, ഇദ്ഗാം എന്ന് എഴുതിയതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വരുന്നുണ്ട്. അതിന്റെ പൂർണ്ണരൂപത്തിൽ തന്നെ വരുന്നുണ്ട്, അൽഹംദുലില്ലാ. അതെ, എന്റെ പൂർണ്ണരൂപത്തിൽ തന്നെ വരുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇതൊക്കെ മനസ്സിലാക്കിയവരുണ്ട്, ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ. പിന്നെ സാധുക്കളായ നമുക്കൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കൂടി അതൊന്ന് ഉറച്ചു നിൽക്കാൻ നല്ലതാണ്. അതെ, ആവട്ടെ. മദ്ദുൽ ലാസിം, കലിമിയ്, മുസക്കൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാട്ടെ, അൽഹംദുലില്ലാ. അപ്പൊ അത് നമുക്ക് മാറ്റിയിട്ട് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പൊ ഇതാണ്, ഇങ്ങനെ ഓർമ്മയിലുണ്ടാവും, പക്ഷെ ചിലപ്പോ എന്താവും, മാറിപ്പോവും. ഇവിടെ കലിമിയാകുന്നില്ല, ഹർഫിയാണ്. ആവട്ടെ. അപ്പം അവിടെ നമ്മള് ലാം എന്ന് തനിച്ച് പറയുമ്പോൾ സുക്കൂൻ അനുഭവപ്പെടുന്നുണ്ട്, മീം എന്ന് പറയുമ്പോൾ തനിച്ച് പറയുമ്പോൾ സുക്കൂൻ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ചേർത്തി പറയുമ്പോൾ, ലാമിനെ മീമിലേക്ക് ചേർത്തി പറയുന്ന സമയത്ത് അവിടെ ഒരു ഇദ്ഗാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള സുക്കൂൻ വ്യക്തമാകുന്നില്ല. 2 അക്ഷരവും ചേർന്നുകൊണ്ട് ശ്രദ്ധ അനുഭവപ്പെടുന്നു. അതാണ് ഉത്തരം. ശ്രദ്ധ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധ അനുഭവപ്പെടുന്ന രൂപത്തിലാണ് മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന്റെ അവസ്ഥ എങ്കിൽ അവിടെ ലാസിം, മുസക്കൽ, ഹർഫിൽ വരുമ്പോൾ ഹർഫിയ്, കലിമത്തിൽ വരുമ്പോൾ കലിമിയ് എന്ന രൂപത്തിലുള്ള വ്യത്യാസത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആവട്ടെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ചെറിയ രൂപത്തിൽ പറഞ്ഞെന്ന് മാത്രം. പിന്നെ നമ്മളങ്ങനെ ഓതി വന്നാൽ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ലാ റൈബ ഫീഹി. ഇതൊക്കെ തുടങ്ങി പഠിക്കുന്നവർക്ക് വലിയൊരു സുബ്ഹാനല്ലാഹ്, എന്താ ഇങ്ങനെ ഒരു പുതിയൊരു ചിഹ്നം കാണുന്നു എന്ന് വലിയൊരു ആവേശമാണ്. അത് അറിയാൻ വല്ലാതെ ജിജ്ഞാസയാണ്. ഈ മനസ്സിലാക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പുതുതായി ഇങ്ങനെയൊക്കെ ഈ വിഷയങ്ങളൊക്കെ പഠിച്ചു വരുന്നവർക്കൊക്കെ ഇത് സുബ്ഹാനല്ലാഹ്, ഇതെന്താണ് ഇങ്ങനെ ആ വരിയിൽ മാത്രം വലിയൊരു ചിഹ്നവും കാര്യങ്ങളൊക്കെ, അത് അറിയാനുള്ള വലിയൊരു വലിയ ജിജ്ഞാസ ഉണ്ടാവും. അത് അവർക്ക്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് തീർത്തു കൊടുക്കാം, അത് മനസ്സിലാക്കി കൊടുക്കാം എന്ന ഉദ്ദേശം. അപ്പൊ അവിടെ നാം ശ്രദ്ധിക്കുക, അതൊരു വഖഫിന്റെ ചിഹ്നമാണ്. വഖഫ് ഖുർആന്റെ വിഷയത്തിൽ, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വഖഫ്. റുമൂസുൽ വഖഫ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം നാം അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫിന്റെ അടയാളങ്ങൾ കേട്ടോ. ചിലപ്പോ ചില പദങ്ങൾ ഇങ്ങനെ അറബിയിൽ വരുമ്പോൾ അത് ബേജാറായി പോകരുത്. അറിയുന്നില്ലെങ്കിൽ ഞാൻ തിരുത്താൻ മറന്നുപോയിട്ടുണ്ടെങ്കിലും ഓർമ്മിപ്പിക്കണം. ചിലപ്പോ അങ്ങനെ പറഞ്ഞു പോകും. അപ്പോ എന്താണ് ഈ റുമൂസ് അല്ലെങ്കിൽ വഖഫ് എന്താണ് എന്നൊക്കെ ചിലപ്പം മനസ്സിലാകാത്തവരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ആ കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ലാ റൈബ് എന്ന പദത്തിലും
ഫീഹി എന്ന പദത്തിലും അതിന്റെ എൻഡിലായിക്കൊണ്ട് ലാ റൈബ് എന്നതിലെ ബായിന്റെ മേലെയും ഫീഹി എന്നുള്ള പദത്തിലുള്ള ഹായിന്റെ നേരെ മേലെ ആയിക്കൊണ്ടും മൂന്ന് ഇങ്ങനെ ഒരു നുക്തകൾ കാണുന്നുണ്ട്, പുള്ളികൾ. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് അവിടെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് അറബിയിൽ എഴുതി ഒന്നും കൂടി വായിക്കാൻ സൗകര്യമായിരുന്നു. മുആനഖ, മുആനഖ, വഖഫ് മുആനഖ എന്നാണ് ഇതിന്റെ പേര്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം പറയാം. എന്താണ്? രണ്ട് സ്ഥലത്ത് കാണുന്നുണ്ട് അവിടെ നമുക്ക്. അവിടെ രണ്ടാലൊരു സ്ഥലത്ത് വഖഫ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാലൊരു സ്ഥലത്ത് ഒന്നുകിൽ ലാ റൈബ് എന്നിടത്ത് വഖഫ് ചെയ്യാം. ദാലികൽ കിതാബു ലാ റൈബ് എന്ന് വഖഫ് ചെയ്യാം. അല്ലെങ്കിൽ ദാലികൽ കിതാബു ലാ റൈബ ഫീഹ് എന്ന സ്ഥലത്ത് വഖഫ് ചെയ്യാം. രണ്ട് സ്ഥലത്തും വഖഫ് ചെയ്യാൻ പാടില്ല. അതെ, മാഷാ അല്ലാഹ്, മുആനഖ എന്ന് വ്യക്തമായിട്ട് അറബിയിൽ എഴുതിയിട്ടതാണ്. ഇപ്പൊ ചില പദങ്ങളെ നമ്മളെ അറബി തന്നെ എഴുതിയിട്ടും പറഞ്ഞിട്ടും ശീലിക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ എഴുതുമ്പോഴും കഴിവിന്റെ പരമാവധി അറബി തന്നെ നമ്മളിപ്പോ അറബി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, അറബി എന്ന് തന്നെ നമ്മൾ പറയണം. അവിടെ അറബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണയിൽ പറയുന്ന രൂപത്തിൽ പറയത് ആ എന്നല്ല, ആ എന്നാണല്ലോ. അറബി, അറബി, അബ്ദുള്ള. ആ ഒരു ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അപ്പം ലാ റൈബ ഫീഹ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാലൊരു സ്ഥലത്ത് വഖഫ് ചെയ്യുക. ഇതെന്താണ്? പിന്നെ വഖഫ് ജായിസായ വഖഫാണ്. ഇനി വഖഫ് ചെയ്യാതെ ചേർത്ത് ഓതി പോകുന്നുണ്ടെങ്കിൽ യാതൊരു വിരോധവുമില്ല. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് തന്നെ പറയാം. അങ്ങനെ ഓതാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒന്നുകിൽ രണ്ടാലൊരു സ്ഥലത്ത് വഖഫ് ചെയ്യൽ ജായിസാണ്, അല്ലെങ്കിൽ വഖഫ് ചെയ്യാതെ പോകാം. രണ്ട് സ്ഥലത്തും ഇങ്ങനെ അടയാളം കണ്ടതുകൊണ്ട് വഖഫ് ചെയ്യേണ്ടതിൽ ചില സ്ഥലങ്ങൾ കാണാം. ഒരു ആയത്ത് തുടങ്ങി കുറെ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടാവില്ല, ഉടനെ തന്നെ അവിടെ എന്ത് ചെയ്യാം, അവിടെ ഒരു ചിഹ്നം കാണും, നമ്മളവിടെ വഖഫ് ചെയ്യും. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് ഇല്ലേ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസത്തിൻ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദഹു കല്ലാ അഖ്ലദഹു യഹ്സബു അന്ന മാലഹു അഖ്ലദഹ. അവിടെ വഖഫ് ചെയ്ത് പിന്നെ കാണുന്ന കല്ല, അവിടെ പ്രത്യേകം വഖഫ് ചെയ്യൽ പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അവിടെ നമുക്ക് വഖഫ് ചെയ്യാം. ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റില്ല. പക്ഷെ അതുപോലെയുള്ള ഒരു വഖഫല്ല ഇത് എന്ന് ഞാൻ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പം വഖഫ് മുആനഖ എന്ന് നമ്മൾ പറയുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് ചില സൂറകളിലൊക്കെ കാണുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക. രണ്ടാലൊരു സ്ഥലത്ത് വഖഫ് ചെയ്യാം എന്നാണ് ഉദ്ദേശം. ഇനി അങ്ങനെ വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല അന്നും നമ്മൾ മനസ്സിലാക്കണം. ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാലൊരു സ്ഥലത്ത് വഖഫ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശം. ഏതായാലും പിന്നെ തുടങ്ങുന്നു സുബ്ഹാനല്ലാഹ്. എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലേ? ഇങ്ങനെ ചർച്ച ചെയ്യുകയും ആശയങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. അതുകൊണ്ട് ഞാൻ അതിന്റെ വിഷയങ്ങളിലേക്കൊന്നും വരുന്നില്ല. ഞാൻ ഈ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളെ പറ്റി പറയുകയാണ്.
ഇനി നാം അവിടെ കാണുന്നു അല്ലദീന, അല്ലേ? അല്ലദീന എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ മുമ്പ് എന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒരു ശ്രദ്ധ നമ്മൾ ആരെങ്കിലും ചിലപ്പോ നമ്മൾ ക്ലാസ്സിൽ അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ പുതുക്കാനും ഇനിയിപ്പോ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എന്താണ് ഇവിടെ പറയാൻ പോകുന്നതിലേക്ക് ചിലപ്പോൾ ജിജ്ഞാസയോടുകൂടി ഇരിക്കുന്നവരും ഉണ്ടാവാം. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒന്നും കൂടി അത് പരിചയിക്കുക. ആ രൂപത്തില് നമുക്കത് ഒന്നുകൂടി പറയുമ്പോൾ അതൊന്നുകൂടി നമ്മുടെ ഉറപ്പിക്കുകയാണല്ലോ പറയലുകൊണ്ട്. ആവട്ടെ, അല്ലദീന എന്നുള്ള സ്ഥലത്ത് ഇവിടെ നമ്മൾ വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചേർത്ത് ഓതാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഹുദല്ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത്. പിന്നെ നമുക്ക് അവിടെ ചേർത്തി ഓതാം, അല്ലേ? ചേർത്തി ഓതിയിട്ടില്ലെങ്കിലും അവിടെ വഖഫ് ഇല്ലാതെ നമുക്ക് അവിടെ അല്ലദീന തുടങ്ങി ഓതുകയും ചെയ്യാം, രണ്ടും ചെയ്യാം. എന്നാൽ ഇവിടെ ഇപ്പൊ ചേർത്തി ഓതിയതുപോലെ ചേർത്തി ഓതാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് എത്രയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചേർത്തി ഓതാൻ പറ്റാത്ത അല്ലദീന എത്രണ്ണുണ്ട്? ഞാൻ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം നമ്മളിങ്ങനെ ഇവിടെ ഇപ്പോ നമ്മൾ ഹദ്ദാദിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ചേർത്തി ഓതുകൊണ്ട് തെറ്റില്ല. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. നമുക്ക് ചേർത്തി ഓതി പോകാം, തെറ്റില്ല. ചേർത്തി ഓതാൻ പറ്റാത്ത ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അത് എത്രയാണ്? ഒന്ന് അടിച്ച ഉത്തരം അറിയില്ല. മാഷാ അല്ലാഹ്. എന്നാ പിന്നെ വേഗായല്ലേ CK CBA അല്ലേ? പെട്ടെന്നായി. 4 ക്വസ്റ്റ്യൻ. 4 ഇങ്ങോട്ട് ചോദ്യമാണല്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞു കുത്തുക എന്ന് പറഞ്ഞ പോലെ. ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് ഞാൻ നാളെ പറഞ്ഞുതരും. ഒരു ചെറിയ പരിശ്രമം നടത്തിക്കോളി. ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചേർത്തി ഓതാൻ പാടില്ലാത്തതുണ്ട്. അവിടെ ചിലപ്പോ ഉണ്ടാവില്ല, അവിടെ നിർബന്ധമായ രൂപത്തില് ഇന്നുണ്ടല്ലോ, ഇന്നുണ്ട്. ഇന്നില്ലാതെ സൂര്യൻ ഉദിക്കോ? ഇന്നുണ്ട്. ഞാൻ സൂര്യൻ ഉദിച്ചില്ല, അപ്പൊ ഇന്നായില്ലേ? ഇന്നുണ്ട്. നല്ല ചോദ്യം. ഇന്നില്ലേന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ബേജാറില്ല. സൂര്യൻ ഉദിച്ച് കുറെ സമയമില്ല, അപ്പൊ ഇന്നുണ്ടല്ലോ. ആ ജവാബ് ഇൻഷാ അല്ലാഹ് ആര് കൊണ്ടുതരും നോക്കുന്നത്? ആരാണ് അതിന്റെ ജവാബ് കൊണ്ടുതരാൻ നോക്കുന്നത്? ഞാൻ മുമ്പ് ക്ലാസ് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ധൈര്യത്തിൽ പറയുന്നു. ആവട്ടെ, നമുക്കൊരു പരിശ്രമം നല്ലതാണല്ലോ. ആവട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അവിടെ നാം ശ്രദ്ധിക്കുക, അവിടെ ഹംസത്തുൽ വസ്ലാണ് വരുന്നത്, അല്ലദീന എന്നുള്ളത്. അല്ലദീന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. അപ്പോ ഹുദല്ലിൽ മുത്തഖീന അല്ലദീന എന്ന് ഓതിപ്പോകരുത്. ഹുദല്ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആ രൂപത്തിലാണ് ഓതുന്നത്. എല്ലാ ഉത്തരവും നമുക്ക് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരായത്തിന്റെ അവസാനത്തിലാണ് എല്ലാം വന്നതെങ്കിൽ ഇത് പഠിച്ചല്ലോ. എന്താണ്? എത്താൻ പാടില്ലാത്ത
ലാം വന്ന സ്ഥലത്ത് കൊണ്ടെടുക്കും എന്ന് ഇല്ല. അപ്പൊ അങ്ങേ പറ്റൂല. കാരണം ലാം എന്ന് പറയുന്ന ലായജൂസു എന്നുള്ള ഉദ്ദേശത്തിലുള്ള വഖഫുണ്ടല്ലോ, ലായജൂസു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നാം അതിനെപ്പറ്റി ഒന്നും കൂടി പഠിക്കേണ്ടതുണ്ട്. എന്താണ് അങ്ങനെ വരുന്നത്? പദത്തിന്റെ ഒരു ആയത്തിന്റെ ഇടയിലാണെങ്കിൽ വഖഫ് ചെയ്യരുത് എന്നും, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു ആയത്തിന്റെ അവസാനത്തിലാണ് വരുന്നതെങ്കിൽ അവിടെ വഖഫ് ചെയ്യാം എന്നാണ് ആലിമീങ്ങളെ നമ്മൾ പഠിപ്പിച്ചു തന്നത്. അവിടെ എന്താണ്, അവിടെ ആയത്ത് അവസാനിച്ചു എന്ന പരിഗണന മുൻനിർത്തി വഖഫ് ചെയ്യാം, ലാം ഉണ്ടെങ്കിലും കേട്ടോ. അപ്പോ നമ്മളിപ്പം പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ലാം എഴുതി കാണണമെന്നില്ല. കാരണം ഈ പറഞ്ഞ ഈ വിഷയം കൊണ്ട് ചിലപ്പോ എന്താവും, അപ്പൊ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നല്ല. അവിടെ പ്രത്യേകം സൂചിപ്പിച്ച് പറഞ്ഞ സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് ഒരു പരിശ്രമം നടത്തി നോക്ക്. ഏറ്റവും ചുരുങ്ങിയത് എത്ര ഉണ്ട് നിങ്ങൾ അറിയണ്ടേ? ആവട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഇൽമിയായിട്ട് തിരുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് സൂറത്ത് ബഖറയുടെ ബാക്കി ഭാഗം കുറച്ച് നമുക്ക് ഓതാം. ഓരോ ആയത്ത് എങ്കിലും ആർക്കെങ്കിലും ഓതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനിലെ 5 ആയത്ത് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതുവരെ നമ്മൾ ഓതിയിട്ടുണ്ട്. ബാക്കി കുറച്ച് ഭാഗം ഓതണം. 2 ആയത്ത് ഓതാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നവർക്ക് മീക്ക് കൊടുക്കാം. ആരുമില്ലെങ്കിൽ പിന്നെ ഈ സാധു ഞാൻ തന്നെ ഓതാം. സമയം കളയണ്ട. വരാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് വരണം. അതെ, മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ എടുത്തിട്ട് 6ഉം 7ഉം 2 ആയത്ത് ഓതുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. നല്ല ഇഖ്ലാസുള്ള അമലായി നമ്മിൽ നിന്ന് അല്ലാഹു തആല പൊരുത്തപ്പെട്ട് സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ പരിശുദ്ധ ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കി ഓതാനും അത് മുഖേന വിജയിക്കാനും അല്ലാഹു തആല നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഖിറാഅത്തിന് വേണ്ടി റൈസാൻ ചെയ്ത സിവിക്ക് വേണ്ടി മൈക്ക് ഫ്രീ. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. صدق الله العلي العظيم. دعاء وصية. السلام عليكم ورحمة الله وبركاته.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. നമുക്ക് വളരെ നല്ല റാഹത്തുള്ള ഖിറാഅത്ത് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ തുടക്കം നല്ല റാഹത്തുള്ള ഖിറാഅത്ത്. അൽഹംദുലില്ലാഹ്. നാം വലിയ ഓത്തുകാരായിട്ടില്ല എന്ന് പൂർണ്ണമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാനൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നുണ്ടാവാം. അതൊക്കെ അല്ലാഹു തആല നമുക്ക് മാഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലഹ്ന് രണ്ട് വിധത്തിലുണ്ട്. ജലീ, ഖബീഹ് ഈ രൂപത്തിൽ, ഖഫീഫ് എന്നുള്ള രൂപത്തിൽ ഉള്ള. അതില് നാം ഒന്നുകൂടി അവിടെ അങ്ങനെ ഒരു ഇൽഹാർ ചെയ്ത് പിന്നെ അങ്ങനെ ഒരു മണിച്ചു പോകുന്ന രൂപത്തിൽ പറഞ്ഞു പോകരുത്. സവഉൻ എന്നാ മുറിച്ചൽ കഴിഞ്ഞിട്ട് അയിൻ പറയണം. അതുപോലെ തന്നെ അദാബുൻ അലീം, ഒരു ശരിക്കുള്ള ഇൽഹാർ ഉണ്ടാവണം. അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായിട്ട് ഓതിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാന്നുള്ള ആൾക്ക് അങ്ങനെ പറഞ്ഞു പോകുന്ന അങ്ങനെയൊന്നും കരുതി പോകരുത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ നല്ല റാഹത്തിൽ ഓതിയിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട മദ്ദുകളും എല്ലാം ശ്രദ്ധിച്ച് കഴിവിന്റെ പരമാവധി ഹർഫുകൾക്കുള്ള സിഫത്തുകളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ഖതമല്ലാഹു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അവിടെ ഖതമല്ലാഹു എന്ന് പോരാ, ശരിക്ക് അവിടെ തഫ്ഹീം ഉണ്ടാവണം. കാരണം ഇസ്തിഅലാന്റെ പ്രധാനപ്പെട്ട അക്ഷരമാണ് ഖ. അപ്പോ ഖതമല്ലാഹു, അല്ലാഹു എന്നൊക്കെ പറഞ്ഞ നല്ല നമ്മൾ തഫ്ഹീം പറഞ്ഞില്ല. അവിടെയുള്ള ലാമിനെ തഫ്ഹീം ചെയ്തതുപോലെ തന്നെ ഇവിടെ ഖതമല്ലാഹു എന്നുള്ള അക്ഷരവും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ്. അതുപോലെ ഇടയ്ക്കിടെ കാണുന്ന വഖഫുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. 7-ാമത്തെ ആയത്ത് ഓതിയ സമയത്ത് അൽ വസ്ലു ഔല എന്ന ഉദ്ദേശമാണെങ്കിലും അവിടെ വഖഫ് ചെയ്തു ഓതി ജായിസാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അങ്ങനെ നാം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ശ്വാസമുണ്ട്, വലിച്ചു ഓതി അങ്ങോട്ട് ഓതി എത്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് അങ്ങനെ ഓതി പോകലല്ല നല്ലത്. കാരണം നമ്മുടെ കൂടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ ഖിറാഅത്തിൽ സംബന്ധിക്കുന്ന, നാം ഓതുന്നതനുസരിച്ച് കൂടെ ഓതി വരുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ടാവും. അതുപോലെ നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ ഉണ്ടാവും, റേഡിയോയിൽ കേൾക്കുന്നവർക്ക് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നല്ല ആയാസകരമായി നമ്മുടെ കൂടെ കൂടാൻ പറ്റുന്ന രൂപത്തിൽ വഖഫുകളൊക്കെ. അപ്പം ഔല എന്നുള്ള നിർത്തൽ ജായിസാണ്, അതുകൊണ്ട് നിർത്താം. ചേർത്തി ഓതല നല്ലത് എന്നുള്ള ഉദ്ദേശം അവിടെ ഉണ്ട്. പക്ഷെ എങ്കിലും നിർത്തൽ ജായിസാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്തിക്കൊണ്ട് ഓതുമ്പോൾ ഒന്നുകൂടി നമ്മുടെ ഖിറാഅത്തിനു നല്ല ഭംഗിയും നല്ലൊരു റാഹത്തും കിട്ടും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ബാക്കി ഭാഗം ഓതാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് അങ്ങനെ സൗകര്യം പോലെ ഓരോരുത്തർക്ക് ഓതി അങ്ങ് പോവാലോ. ഒരു 2 ആയത്ത് അല്ലേ, സമയം എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ശേഷമുള്ള ക്ലാസ് നമ്മൾ ശ്രദ്ധിക്കണം. വെറും ഖുർആനോത്ത് മാത്രം പോരല്ലോ. അവിടെ ഇൻഷാ അല്ലാഹ് ഒരു 2 ആയത്ത് ഓതാൻ വേണ്ടി വീണ്ടും മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون.
സദഖല്ലാഹുൽ അസീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പോയിട്ടില്ല, ഇവിടുത്തെ ഉണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഉസ്താദ് ഓതിയിരുന്നോ? ഫുൾ ഓതിയിരുന്നു? 2 ആയത്ത് ഓതിയിരുന്നോ? മാഷാ അല്ലാഹ്. ഇങ്ങനെ ഓതിയതായിട്ട് തുടക്കം അറിഞ്ഞിരുന്നു, പക്ഷെ ഇങ്ങനെ വല്ലാതെ കട്ടനുഭവപ്പെട്ടു. ഓതി തീർന്നു അറിഞ്ഞിട്ടില്ല. അപ്പോ മൈക്ക് റൈസാന്റെ ഒഴിവാപ്പൊക്കെ ഞാൻ മൈക്കിലേക്ക് വന്നു തന്നെ ഉള്ളൂ. അൽഹംദുലില്ലാ. അതിന്റെ പ്രത്യേകം പറയേണ്ടതില്ല, റാഹത്തായിട്ട് ഓതിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ ഓതാ. എന്താ ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ്. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. അതുവരെ ലോതിയെ. അതെ, ഇനി നമ്മൾ അവിടെ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി പറയാണ്, എന്നിട്ട് മൈക്ക് ഇൻഷാ അല്ലാഹ് റിലീസ് ചെയ്യാം. ഇവിടെ ഇത്രയും ഭാഗം നമ്മൾ ഓതിയ സമയത്ത് മുൻഫസിൽ, മുത്തസിൽ എന്നുള്ള മദ്ദുകൾ മാറി മാറി വരുന്നുണ്ട്. ഉദാഹരണത്തിന് 7-ാമത്തെ ആയത്തിൽ നമുക്ക് ഒരു മുൻഫസിലായ മദ്ദ് ലഭിച്ചിരുന്നു. ഇവിടെ വീണ്ടും ഇല്ല അൻഫുസഹും എന്നുള്ള സ്ഥലത്ത് വീണ്ടും ഒരു മുൻഫസിലായ മദ്ദ് നമുക്ക് ലഭിക്കുകയാണ്. ഞാൻ ഓത്ത് കേട്ടിട്ടില്ല. ഇല്ല എന്നുള്ളിടത്ത് ഏതാ? ഇല്ല എന്നുള്ളിടത്ത് നീട്ടണം. ജായിസായ മുൻഫസിലായ മദ്ദാണ്, ഇവിടെ നീട്ടണം. അതാണ് ഞാൻ പറഞ്ഞത്. വഅല അബ്സ്വാരിഹിം ഗിശാവ, അതുപോലെ ഇല്ല അൻഫുസഹും എന്നുള്ള സ്ഥലത്തും കാണുന്ന മദ്ദ് രണ്ടും മുൻഫസിലായ മദ്ദാണ്. അതെ, മുൻഫസിലാണ്. അവിടെ നീട്ടിക്കൂടെ? മുൻഫസിൽ എന്താണ് ഉദ്ദേശം? ഫറഇയായ മദ്ദാണ്, പ്രത്യേകം കാരണമുള്ള മദ്ദാണ്. മദ്ദിന്റെ 2 കാരണങ്ങളിൽ നിന്നുള്ള ഒരു കാരണം. അതെ, ജായിസാണ്. അപ്പൊ അതാ പറയുന്നത്, ജായിസല്ലേ എന്നൊരു ചോദ്യം ഉസ്താദ് നീട്ടിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഉസ്താദിന്റെ ഖിറാഅത്ത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ നീട്ടില് കോപ്പിയിൽ ഇല്ല. കോപ്പിയിലില്ല. അത് ഞാൻ ശ്രദ്ധിക്കണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ PDF കോപ്പി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഖുർആൻ ഓതാന്ന് ചിലപ്പം ഹർഫുകൾ മാറുന്നുണ്ട്, അതുപോലെ ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ കഴിന്റെ പരമാവധി മുസഹഫ് തന്നെ ഉപയോഗിച്ച് ഓതാൻ ശ്രമിക്കുക. നല്ല ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നാം PDF ഒക്കെ നോക്കാൻ ശ്രമിക്കുക. ഖുർആനെ വികൃതമാക്കാനും 2-ാം നമ്പറായി കാണാൻ വേണ്ടിയിട്ടൊക്കെ പല രൂപത്തിലുള്ള അച്ചടികളൊക്കെ വന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞതാണ്, അല്ലേ? ഒരുപാട് ഖുർആന്റെ കോപ്പികൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്തതായിട്ട് കേട്ട് കഴിഞ്ഞതാണ്. അപ്പൊ ഇനി ചിലപ്പോൾ മദ് ക്യാമല് ഞാൻ കാണുന്നില്ല, ഞാൻ നോക്കുന്നില്ല. ക്യാമല് നോക്കട്ടെ, ഓണാക്കിയിട്ടില്ല, നോക്കാം. ക്യാമൽ ഓക്കെയാണ്. അതിൽ ഉണ്ടല്ലോ വഅല എന്നുള്ളടുത്ത ഹംസ ഇത് കാണുന്നുണ്ട്, മദ്ദിന്റെ അക്ഷരം കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഇല്ല അൻഫുസഹും, അവിടെയും അലിഫിന്റെ മേലെ മദ്ദിന്റെ ചിഹ്നം കാണുന്നുണ്ട്.
ഇനി അങ്ങനെ ചിഹ്നം കണ്ടിട്ടില്ലെങ്കിലും, അപ്പൊ ചിഹ്നം ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, മാഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവും, ഇതൊക്കെ ആവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത് മദ്ദക്ഷരവും അതിനുശേഷമുള്ള അവസ്ഥയും ആണ് ഞാൻ പരിഗണിക്കേണ്ടത്. ചിലപ്പോൾ മദ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവും, ഇതിപ്പോ കോപ്പിറൈറ്റ് എഴുതുന്നതല്ലേ, അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത്, അടിക്കുന്ന സമയത്ത് അത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മുടെ ഖിറാഅത്തിനൊരു വിഘ്നം, ഒരു തടസ്സം ആകാൻ പാടില്ല. അതുകൊണ്ടാണ് നിയമം പഠിക്കണം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ മദ്ദക്ഷരമാണ് നമുക്ക് ലഭിക്കുന്നത്. ലാമിന് ശേഷം ഒരു അലിഫ് കാണുന്നുണ്ട്, അത് മദ്ദക്ഷരമാണ്. അതിനുശേഷം അതിന്റെ കാരണമാകുന്ന ഹംസ് കാണുന്നുണ്ട്. അതുപോലെ വഅല അബ്സാരിഹിം എന്നുള്ള സ്ഥലത്ത് ഉള്ള അലിഫ്, അവിടെ അലിഫ് ഇങ്ങോട്ട് കുത്തിച്ചു, അവിടെ അലിഫ് വെറുതെ ഇല്ലാത്ത പറയാ. വഅല എന്ന് പറയുമ്പോൾ അലിഫുണ്ടോ? താറാവ് ഇരുന്ന പോലൊരു യാ കാണുന്നില്ലാതെ അല്ലേ? അതെ, അബ്സാരിഹിം അവിടെ ഹംസുണ്ട്, അതൊരു കാരണമാണ്. ആ കാരണത്തിന്റെ മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, അലിഫുണ്ടോ ഇല്ലേന്ന്. വഅല എന്നുള്ള സ്ഥലത്ത് എന്തുണ്ട്? ഒരു അലിഫുണ്ട് അല്ലേ? അലിഫ് കാണുന്നുണ്ടോ എല്ലാരും? വഅലന്റെ അലിഫ് കാണുന്നുണ്ടോ? കുട്ടി അലിഫോ? അങ്ങനെ അലിഫുണ്ട് റബ്ബേ? കുട്ടി അലിഫുണ്ട്. കുഞ്ഞാവാന്ന് പറയുന്നത് പോലെ ഒരു കുട്ടി അലിഫ് അല്ലെ? ആവട്ടെ. അലിഫ് എഴുതിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരലിഫ് അങ്ങനെ എഴുതിയില്ലെങ്കിൽ എന്താണ് അവസ്ഥ? അതാണ് ഈ റസ്മ് ഞാൻ പഠിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പം ചിലപ്പോ എന്താവും, വഅലയാന്ന് വായിക്കും ചിലപ്പോൾ. വഅലയാ അങ്ങ് വായിക്കല്ലോ, കാരണം അത് യാണെന്നല്ലേ തോന്നുന്നു. വഅലയാ ഒരു യാഗം എഴുതിയിട്ട് അതിന്റെ മേലെ എന്തുള്ളത്? അലിഫ് എഴുതിയത്. അപ്പൊ അവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സംഭവം? രൂപത്തിൽ അലിഫാണെങ്കിൽ യാ ആണെങ്കിലും അത് അലിഫാണ്. രൂപത്തിൽ യാ എന്നാ വായിക്കല്ലേ, പക്ഷെ അത് അലിഫാണ്. വാവിന്റെയും യായിന്റെയും രൂപത്തിൽ അലിഫ് വരും. നമ്മൾ സൂറത്തുൽ ബഖറ തുടങ്ങിയില്ലേ, തുടക്കത്തിൽ തന്നെ ഒരു സ്ഥലം നോക്കിയേ, വയുഖീമൂനസ്സലാത്ത. ഒന്ന് മെല്ലെ ഇപ്പുറത്തേക്ക് മറിച്ച് നോക്കിയേ. ഇതൊക്കെ മനസ്സിലാക്കൽ ആവശ്യമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വയുഖീമൂനസ്സലാത്ത കാണുന്നുണ്ടോ? കണ്ടോ? അതെ, അവിടെ ആരും സലവാത്താന്ന് വായിച്ചില്ല, വായിക്കുകയും ചെയ്യില്ല. നമ്മളൊക്കെ ഓത്ത് പഠിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ഒരു സലവാത്തൊന്നും ഓതൂല. കാരണം മാത്രമല്ല, നമ്മളെപ്പോഴും ഹദ്ദാദൊക്കെ ഓതുന്ന സമയത്ത് ആരും ഇങ്ങനെ സലവാത്താന്ന് ഓതുന്ന കേൾക്കുന്നുമില്ല. അപ്പൊ ഞാൻ തനിച്ചിങ്ങനെ വായിക്കൽ മോശമല്ലേ? നിൽക്കുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം. എന്തായാലും അവിടെ സലവാത്താന്ന് ആരും വായിക്കാറില്ല. എന്നാണ് വായിക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചത്? ലാം ശേഷം ഒരു വാവാണ് കാണുന്നത്. ഇത് കുഞ്ഞാവല്ല, വലിയ വാവ് തന്നെയാണ്. കുഞ്ഞാവല്ല, വലിയ വാവ് തന്നെ ഉള്ളത്. അപ്പൊ വാവിന്റെ മേലെ ഒരു കുഞ്ഞലിഫ് കയറിയിട്ടുണ്ട് അല്ലേ? അലിഫ്. വാവ് യഥാർത്ഥത്തിൽ വാവായിട്ട് ഉച്ചരിക്കാനുള്ളതല്ല. അത് എന്താണ്? അലിഫായിട്ട് ഉച്ചരിക്കാനുള്ളതാണ്, വാവായിട്ട് ഉച്ചരിക്കാനുള്ളതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ ചെറിയൊരു അലിഫ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പൊ ഇത് വാവിന്റെ രൂപത്തിലുള്ള അലിഫ് എന്ന് പറയാം. മറ്റത് യാന്റെ രൂപത്തിൽ, സൂറത്തിൽ യാ ആണ്, വാവാണ്, പക്ഷെ അവിടെ അലിഫാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വായിക്കേണ്ടതുണ്ട്. അതിന് അവിടെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ചെറിയൊരു അലിഫിന്റെ മേലെ പിന്നെ ഒരു മദ് കാണുന്നുണ്ട്. ആ മദ്, ആ ചിഹ്നം ഇട്ടാലും ഇട്ടില്ലെങ്കിലും ശേഷം വരുന്ന അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശേഷം വരുന്ന അവസ്ഥ
മദ്ദിന്റെ ഒരു കാരണമാണ്. മദ്ദിന്റെ അർഫ് വന്നു ഇവിടെ വഅല എന്നുള്ളത് ഒരു അലിഫേമ കിട്ടി. പിന്നെ വരുന്നത് മദ്ദിന്റെ കാരണമാണ്. രണ്ട് കാരണങ്ങളിൽ നിന്നുള്ള ഒരു കാരണമാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്താണ് വന്നത്? ഇവിടെ വന്ന കാരണം എന്താണ്? പെട്ടെന്നാവട്ടെ, എന്താണ് കാരണം? ഹംസ്. മാഷാ അല്ലാ, സൈസിയം ആവട്ടെ പേരുന്നു, ഹംസാണ്. അപ്പൊ ഹംസ് മദ്ദിന്റെ ഒരു കാരണമാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മദ്ദിന്റെ ചിഹ്നം എഴുതിയാലും എഴുതിയില്ലെങ്കിലും, രേഖപ്പെടുത്തി വെച്ചാലും വെച്ചിട്ടില്ലെങ്കിലും നാം നീട്ടണം. ഫറയ്യ മദ്ദായതുകൊണ്ട്, അത് തന്നെ മുൻഫസിലായതുകൊണ്ട് നീട്ടാം. 6 ഹർക്കത്ത് വരെ നമുക്ക് നീട്ടൽ ജായിസാണ്. പിന്നെ നമ്മൾ ഇതുപോലുള്ള ഖിറാഅത്തുകൾ കഴിവിന്റെ പരമാവധി നീട്ടി തന്നെ നാം ഓതാൻ ശ്രമിക്കുക. അതിലപ്പുറം നേരത്തെ നാം വഅല എന്നുള്ള സ്ഥലത്ത് നീട്ടിയത് കൊണ്ട് ഇല്ലാ അൻഫുസഹും എന്നുള്ള സ്ഥലത്ത് നിർബന്ധമായിട്ട് നീട്ടേണ്ടി വരികയാണ്. കാരണം നേരത്തെ നീട്ടിയത് കൊണ്ട്. നേരത്തെ നീട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലതാനും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രാവശ്യത്തിൽ ഓത്തിൽ നമ്മൾ ഓതുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ദഫഅത്തിലുള്ള ഓത്ത്, ഒരു പ്രാവശ്യത്തിൽ ഓത്തിൽ നമ്മൾക്ക് ഇങ്ങനെ മദ്ദുകൾ മാറി മാറി വരുമ്പോൾ മുൻഫസില മദ് ഒരായത്തിൽ വരുന്നു, അടുത്ത ആയത്തിലില്ല, പിറ്റേത്തെ ആയത്തിലും ഇല്ല, അടുത്ത ആയത്തിലുണ്ട്, അടുത്ത ആയത്തിലുണ്ട്. ഇങ്ങനെ മാറി മാറി വരുന്ന അവസരങ്ങളിൽ എന്താണോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഉപയോഗിക്കണം, ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എവിടെ ഉപയോഗിക്കാനും പാടില്ല. ആ രൂപത്തിൽ അതിന്റെ വിഷയം ഞാൻ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. തുടക്കം മുതൽ, അതെ, യെസ്, കറക്റ്റ്, ജവാബ് ഈസ് കറക്റ്റ്. എന്താണ്? തുടക്കം മുതൽ ഒടുക്കം വരെ നിർത്തുന്നവരെ നമ്മൾ ആ ഒരു പ്രാവശ്യത്തെ ഓത്ത് നടക്കുന്നവരെ എന്ത് ചെയ്യണം? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം ഒരുപോലെ ആവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ഒരാളും കൂടി അവസരം കൊടുക്കാം അല്ലെ? ഇൻഷാ അല്ലാഹ് 2 ആയത്തും കൂടി ഓതാൻ അവസരം നൽകി നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, നമ്മളെ കാവനൂർ ഉസ്താദാണ്, അവർക്ക് വേണ്ടി മൈക്ക് ഫ്രീ. 2 ആയത്ത് ഓതിക്കുള്ളൂ ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറെ DC ആയി കാരാൻ കഴിയാണ്ട് വിഷമിച്ചു. അൽഹംദുലില്ലാഹ് സലാമത്തായി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون. اللهم اجعلنا مصلحين. صدق الله مولانا العظيم. സദഖല്ലാഹുൽ അലീം. മാഷാ അല്ലാഹ്, നമുക്ക് നല്ല ഖിറാഅത്ത് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സിന്റെ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ദീർഘിപ്പിച്ചുകൂടാ. ഏതായാലും കുറച്ച് ഭാഗം ഓതിയിട്ട് നമുക്ക് നിർത്താം. വളരെ റാഹത്തിൽ നമുക്ക് ഓത്ത് കേൾക്കാൻ കഴിഞ്ഞു. പിന്നെ അവിടെ ഈ പറഞ്ഞ മദ്ദിന്റെ വിഷയം പറഞ്ഞല്ലോ, അതുപോലെ ഈ വഖഫിന്റെ വിഷയം മനസ്സിലാക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. അതിന്റെ കൂട്ടത്തില് ഇപ്പോ സില എന്നുള്ള മദ് ഒരു വഖഫിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ, അത് നേരത്തെ പറഞ്ഞ മദ്ദിന്റെ ഗണത്തിൽ പെടുത്തരുത്. ആവശ്യമുണ്ടെങ്കിൽ വഖഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന് തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അതിലേക്ക് കൂട്ടാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ബാക്കി പറയാം, നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين صدق الله العظيم اللهم انفعنا بالقرآن العظيم. പിന്നെ അവിടെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇപ്പം ഖാലു അതുപോലെ കമാ ആമന അവിടെയൊക്കെ മദ്ദുള്ള പദങ്ങളാണല്ലോ. ഇപ്പൊ കമാ ആമനന്നാസു അതുപോലെ ഖാലു അനുമിനു അങ്ങനെയുള്ള മദ്ദുള്ള സ്ഥലമാണ്. ഇപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ മുൻഫസിലായ മദ്ദാണ്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നീട്ടി വഖഫ് ചെയ്യരുത്. ഖാലു അസ്ലിയ മദ്ദിൽ നിർത്തണം. ഖാ എന്ന് നമ്മൾ എത്ര മദ് ചെയ്തു അതുപോലെ ലു എന്ന രൂപത്തിൽ ഖാലു എന്ന് വഖഫ് ചെയ്യണം നിർത്തുകയാണെങ്കിൽ. എന്നിട്ട് എടുത്തു ഓതുമ്പോൾ മാത്രം വസ്ലിന്റെ അവസ്ഥ വരുന്നത് കൊണ്ട് മദ് ജായിസായിട്ട് നമുക്കവിടെ ഉപയോഗിക്കാം എന്ന കാര്യവും വഇദാ ലഖൂ എന്നാണ് അവിടെ ഉള്ളത്. വഇദാ ലഖുല്ലദീന 14ാമത്തെ ആയത്ത് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം പഠിക്കാനുണ്ട്. വഇദാ അവിടെ മദ്, ലഖൂ അവിടെയും മദ്. കണ്ടില്ലേ, രണ്ട് മദ് വരുന്നു. ഒന്ന് ഫത്തഹിനെ നീട്ടുന്നു, മറ്റൊന്ന് ലമ്മിന്റെ ശബ്ദം നീട്ടുന്നു. ഒന്ന് അലിഫ്, മറ്റൊന്ന് വാവ്. അവിടെ നോക്കൂ, വഇദാ ലഖുല്ലദീന ആമനു എന്ന് നമ്മൾ ചേർത്തി വായിക്കുകയാണ്. ചേർത്തി വായിക്കുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കുക, ലഖൂല്ലദീന എന്ന് ഓതിപ്പോരുത്. സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. അവിടെ വഇദാ ലഖുല്ലദീന ആ രൂപത്തിൽ ആണ് വായിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മൾ ഇത്രയും സമയം ഖുർആന്റെ തണലിലായിക്കൊണ്ട് ഖുർആൻ ഓതാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുകയുണ്ടായ അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കാനും തെറ്റുകൂടാതെ നല്ല ഖിറാഅത്തിന്റെ ഉടമകളായി ജീവിക്കാനും അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وحلما وفهما وعقلا وعقلا كاملا. اللهم اجعلنا من المتعلمين الفائزين يا أرحم الراحمين واجعلنا من الفائزين بتلاوة القرآن يا أرحم الراحمين. نور قلوبنا وقبورنا وقبور والدينا وقبور من ماتوا منا بنور القرآن يا أرحم الراحمين. اللهم أظلنا وإياهم تحت ظلك يوم لا ظل إلا ظلك يا أرحم الراحمين. اللهم اشف أمراضنا وأمراض والدينا وأمراض أزواجنا وأمراض أولادنا
وأمراض مرضانا وأمراض إخوتنا وأخواتنا وأمراض من تعلق بنا الظاهرية والباطنية والجسمانية والروحانية كلها يا شافي الأمراض بجاه شفيعنا المصطفى محمد صلى الله عليه وسلم وبحق القرآن الكريم يا كريم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ദുആവസിയത്തോടെ തൽക്കാലം നമ്മുടെ ഈ ഖുർആൻ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടുന്നത് വരെ ദുആവസിയത്തോടെ വിട. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ കേൾക്കുന്നുണ്ടാവും. ഉസ്താദ് ക്ലാസ്സിന് ഒരുങ്ങി വന്നതാണ്. അല്ലാഹു തആല നല്ല ഹിമ്മത്തും ആഫിയത്തും സലാമത്തും എല്ലാം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആശംസയെ ദുആ ചെയ്തുകൊണ്ട് വളരെ ബഹുമാനത്തോടെ മൈക്കിലേക്ക് ക്ഷണിച്ച് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.